നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം വാരിക്കോരി നൽകിയ പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യ ഉദ്യാനമാണ് വയനാട്. കാനനവും കാട്ടാറും ഗിരിനിരകളുമായി പച്ച പുതച്ച വയനാട്. ചരിത്രവും മിത്തുകളും ഇടകലർന്ന ഈ നാടിൻ്റെ ഭൂമികയിലേക്ക് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവങ്ങളുമായി കുടിയേറ്റം നടത്തിയ ഒരു ജനത. അതിജീവനത്തിൻ്റെ നെരിപ്പോടുകൾക്ക് മേൽ കൂടെ കൂട്ടിയ പുണ്യവാളൻ്റെ അനുഗ്രഹങ്ങൾ ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമാവുകയായിരുന്നു. സെയിൻറ്റ് ജൂഡിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗരിമ ഇന്ന് ലോകമെമ്പാടും കേൾവി കൊണ്ടതാണ്. ഇതരഗണ വിശ്വാസികൾക്കും അവരുടെ മാനസിക സംഘർഷ നിമിഷങ്ങളിൽ ഓടിയണയാൻ, നിലവിളിച്ചപേക്ഷിക്കാൻ ചുണ്ടയിൽ സെയിൻറ്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അകത്തളങ്ങളും വരാന്തകളും സദാ സജ്ജമായിരിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യ ആലയമാണ് ചുണ്ടയിൽ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ ദൈവാലയം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കുമിടയിൽ അനുദിനം ഒത്തിരിയേറെ വിശ്വാസികൾ നാനാജാതി ഭേദമന്യേ ഈ വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ മാധ്യസ്ഥത്തിലൂടെ തങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടി ആത്മസായുജ്യമടയുകയും ചെയ്യുന്നു. ഓരോ തിങ്കളാഴ്ചയും ഈ വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടകർ നൽകുന്ന സാക്ഷ്യങ്ങൾ വിശുദ്ധ യൂദാ തദേവൂസിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, പ്രത്യേകമായിട്ട് അസാധ്യങ്ങളായ കാര്യങ്ങൾ പോലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. ഒത്തിരിയേറെ ആളുകൾ അനുദിനം വിശുദ്ധ യൂദാസ്ലിഹായുടെ നടയിൽ എത്തിച്ചേരുകയും ദിവ്യകാരുണ്യ സന്നിധിയിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ വിശുദ്ധനിലൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ തീർത്ഥാടകർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള സാക്ഷ്യങ്ങളാണ് അനുദിനം ഇവിടെ കടന്നു വന്നുകൊണ്ട് വിശുദ്ധനിലൂടെ ദൈവത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്ന, ഒപ്പം സാക്ഷ്യം നൽകുന്ന തീർത്ഥാടകർ നൽകുന്ന സാക്ഷ്യങ്ങൾ. അതിൽ വിവിധങ്ങളായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൊഴിലില്ലാത്ത ഒത്തിരി മക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നു. മക്കളില്ലാത്ത ഒത്തിരിയേറെ ദമ്പതികൾക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ ദൈവത്തിൽ നിന്നും മക്കളെ ലഭിക്കുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കുമിടയിൽ വിശുദ്ധനിലൂടെ ആശ്വാസം കണ്ടെത്തുവാനായിട്ട്, ജീവിത ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് തീർത്ഥാടകർക്ക് സാധിക്കുന്നു. വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവിടെ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും, ഒപ്പം ഷാലോം ടെലിവിഷൻ്റെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. തൻ്റെ ബലഹീനതകളിൽ നിന്ന് ദൈവത്തെ എത്തിനോക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവൻ നിത്യരക്ഷയായി മാറി. സക്കേവോസിന്റെ മാനസാന്തര കഥയുമായി ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാരി അനീറ്റ. സഹൃദയരായ കലാപ്രേമികളെ, നിങ്ങൾക്കെന്റെ വിനീതവന്ദനം. സംഘർഷം നിറഞ്ഞ ഈ ജീവിതത്തിൽ നിത്യവും മേൽക്കുമേൽ പ്രശ്നങ്ങളോട് പടവെട്ടുന്ന മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം തീരുമാനങ്ങളിലും കഴിവുകളിലും ആശ്രയിക്കുകയല്ലേ പതിവ്. ഈ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും നാം തെറ്റുകളിൽ അകപ്പെട്ടു പോകുന്നു. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ചാൽ രക്ഷകനായ ദൈവം നമ്മുടെ പാപങ്ങളും ക്ഷമിക്കും, നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്യും. ഇത്തരം ഒരു അനുഭവം ഒരു കൊച്ചു കഥയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ.
പുതിയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നും രൂപം കൊണ്ട ഈ കഥയ്ക്ക് നമുക്ക് പേരിടാം. ഈ കഥയുടെ പേര് മാനസാന്തരം. സോദരരേ, ഈ കഥ തൻ യവനിക നാം നീക്കുകയായി ജെറിക്കോ നഗരത്തിൻ വീഥിയതിൽ നാം എത്തുകയായി. അതാ അങ്ങോട്ട് നോക്കൂ, എന്താണ് അവിടെ ഒരു ബഹളം? വലിയൊരു ആൾക്കൂട്ടവും ഉണ്ടല്ലോ. അവർക്കിടയിൽ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധജനങ്ങളുമുണ്ട്. ജെറിക്കോയിലെ ചെമ്മൺ പാതയിലൂടെ തിങ്ങി ഞെരുങ്ങി ഈ ജനങ്ങൾ ഇതെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ മുൻപിൽ നടക്കുന്നവരെല്ലാം വേഗം നടക്കാതെ എന്തിനാണ് എപ്പോഴും പിന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നത്? ഈ ജെറിക്കോയിലെ ജനങ്ങൾക്കെല്ലാം വല്ലാത്ത ഉയരമാണ് കേട്ടോ. നിങ്ങളിൽ ഉയരം കൂടിയവരൊക്കെ ഒന്ന് എത്തി നോക്കിക്കേ. ആരാണയാൾ? അല്ല, അവിടെ ഒരു തമാശ നടക്കുന്നുണ്ടല്ലോ. അവർക്കിടയിൽ ഒരു കുള്ളൻ മുന്നിലേക്ക് തള്ളിക്കാരാൻ നോക്കുന്നു. അയാൾക്ക് ആ നടന്നു വരുന്ന വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. നമ്മളും ഇങ്ങനെയല്ലേ? വലിയ വലിയ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ നമ്മളിൽ നല്ല തണ്ടും തടിയുമുള്ളവന്മാർ നേതാവിനോടൊപ്പം സ്റ്റേജിൽ തന്നെ ഉണ്ടാകും. പാവങ്ങളായ അനുഭാവികളോ, അവർ വെയിലും മഴയും കൊണ്ട് വിഷമിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറത്തു നിൽപ്പുണ്ടാകും. എങ്കിൽ നമ്മുടെ വിശിഷ്ടാതിഥി അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. അവിടുന്ന് കരുണാസമ്പന്നനാണ്. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. തൂവെള്ള വസ്ത്രമണിഞ്ഞും അരുണമാം നാടയുന്ന് തോളിൽ വിരിച്ചും സുസ്മേരവദനായി കുശലം പറഞ്ഞും സർവസംപൂജ്യനാം യേശു വരുന്നു. യേശുവാണ് വരുന്നത്. പിന്നെങ്ങനെ തിരക്കുണ്ടാകാതിരിക്കും? യേശുവിനെ കാണുന്നവർക്കെല്ലാം അനുഗ്രഹം ലഭിക്കും. അവിടുന്ന് സ്പർശിക്കുന്നവർക്കെല്ലാം സൗഖ്യം ലഭിക്കും. വാണികൾ കേൾക്കാൻ കൂടും ചിലരോ, സൗഖ്യം നേടാൻ രോഗികൾ അനവധി. തൻ തിരുസ്പർശം തലയിൽ നേടാൻ സാധിച്ചില്ലേ വസ്ത്രം തൊട്ടിടുവാൻ. ഏന്തി വലി ഇതാ നീട്ടും കരങ്ങൾ. എപ്പോഴൊക്കെ യേശു വരുന്നോ അപ്പോഴൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി. അല്ല, നിങ്ങൾ കണ്ടോ? ആ കുള്ളൻ യേശുവിനെ കാണാൻ വേണ്ടി എത്തി നോക്കുന്നുണ്ട്. എത്തി നോക്കുന്നുണ്ടയാൾ, ചാടി നോക്കുന്നുണ്ടയാൾ. ഇടയിൽ കയറാനാവാതെ തിക്കി തിരക്കി പിന്നോട്ട്. ഇടയിൽ കയറാനാവാതെ തിക്കി തിരക്കി പിന്നോട്ട്. അയ്യോ കഷ്ടം! 40-40 വയസ്സുണ്ടെങ്കിൽ എന്താ, ഒരു 10 വയസ്സുകാരന്റെ പൊക്കം പോലും അയാൾക്കില്ല. അല്ല, ആരാണയാൾ? ആ, പുള്ളിയെ പിടികിട്ടി. ജെറിക്കോ നഗര കവാടത്തിങ്കൽ റോമാക്കാർക്കായി ചുങ്കം പിരിക്കും ദൈവജനത്തിൻ അപമാനം താൻ സക്കേവൂസി കുള്ളൻ വീരൻ. സക്കേവൂസിന് ഇവിടെ എന്ത് കാര്യം? ചുങ്കം പിരിക്കാനാണെങ്കിൽ അയാൾക്കൊന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ പോരെ? എനിക്ക് തോന്നുന്നു അയാൾ യേശുവിനെ കുറിച്ച് എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെന്ന്. യേശുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയായിരിക്കും അയാൾ ഈ കസർത്ത് മുഴുവൻ കാണിക്കുന്നത്. പക്ഷേ അയാൾക്ക് നിരാശ തോന്നി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നെറ്റിയിൽ ചൂണ്ടുവിരലും കുത്തി അയാൾ ആലോചിച്ചു. പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നിന്നും അയാൾ അപ്രത്യക്ഷനായി. അയാൾ എങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്? കാണാൻ എന്തൊരു ശീലാണോട്ടം, കുതികാലിന്മേൽ ചാടി ചാടി തുള്ളിച്ചാടും കുടവയറും കൊണ്ടോടി വരുന്നേ വഴി മാറിക്കോ. തുള്ളിച്ചാടും കുടവയറും കൊണ്ടോടി വരുന്നേ വഴി മാറിക്കോ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സക്കേവൂസ് ഇവിടെ നിൽക്കുന്ന സിക്കമോർ വനം കണ്ടുപിടിച്ചു. അതിൽ കയറി നിന്നാൽ യേശു നടന്ന് ഇവിടെ എത്തുമ്പോൾ
സുഖമായിട്ട് ഒരു നോക്ക് കാണാമല്ലോ. ആരുടെയും ശല്യവുമില്ല. നല്ല വിധി തന്നെ. തത്തി തത്തി കേറുന്നുണ്ടേ സിക്കിമൂരിൽ സക്കേവൂസ്. തത്തി പൊത്തി കൊമ്പിൽ തൂങ്ങി യേശു വരും വഴി കണ്ണും നട്ട്. തത്തി പൊത്തി കൊമ്പിൽ തൂങ്ങി യേശു വരും വഴി കണ്ണും നട്ട്. തിക്ക് തിരക്കി തന്റെ കൂടെ കൂടിയവരോടൊക്കെ കുശലം പറഞ്ഞ് ചിലരോടൊക്കെ വന്യമായെന്ന് പുഞ്ചിരിച്ച് വേറെ ചിലരുടെ തോളത്തുനിന്ന് തട്ടി അമ്മമാർ കൊടുത്ത 1-2 പിള്ളേരെ എടുത്തുയർത്തി ലാളിച്ച് യേശു വരുന്നതും നോക്കി വായിൽ വെള്ളമിറക്കി സക്കേവൂസ് മരത്തിൽ അങ്ങനെ നിന്നു. യേശു തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിരുന്നെങ്കിൽ. ഹാവോ, സക്കേവൂസ് മനപ്പായസമുണ്ടോ? കാണാനിന്ദുരഴകാർന്ന വദനം കരുടയായൊരു രൂപമിതല്ലോ. വഴിയുകയാടാ കൈവല്യദേഹം തേജോ കിരണ പ്രഭയാൽ ചുറ്റും. യേശുവിൽ നിന്നും ഒരു മാസ്മര ശക്തി തന്നെ കീഴടക്കുന്നത് പോലെ സക്കേവൂസിന് തോന്നി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നു. രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. സക്കേവൂസ്. ഘനഗംഭീരമായൊരു ശബ്ദം അയാളുടെ കാതുകളിൽ വന്ന് മുഴങ്ങി. അയാൾ കണ്ണു തുടച്ച് താഴേക്ക് നോക്കുമ്പോൾ എന്ത്? ജനക്കൂട്ടം മുഴുവൻ താൻ നിൽക്കുന്ന മരത്തിന് ചുവട്ടിൽ. എല്ലാവരും തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അതിൽ പരിഹാസ ചുവ തീരെ കലിടാത്ത കരുണ വഴിഞ്ഞൊഴുകുന്ന യേശുവിന്റെ മുഖം സക്കേവൂസ് പെട്ടെന്ന് മനസ്സിലാക്കി. സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, വേഗം, ഓ വേഗം. ഉരുണ്ടപ്പിടഞ്ഞ് വെപ്രാളപ്പെട്ട് സക്കേവൂസ് താഴേക്ക് ഇറങ്ങി വന്നു. യേശുവിനെ പൊതിക്കുന്ന ജനക്കൂട്ടം സക്കേവൂസിന് വഴി മാറിക്കൊടുത്തു. തന്റെ കാൽക്കൽ വീഴാൻ പോയ സക്കേവൂസിനെ യേശു കൈകളിൽ പിടിച്ചുയർത്തി. അവൻ സക്കേവൂസിന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. പുഞ്ചിരി തൂവുകയാണാ കണ്ണുകൾ, ഹൃദയാഘാതത തേടും കണ്ണുകൾ. സക്കേവൂസിൻ ചുണ്ടുകൾ പതറി നിറഞ്ഞു കവിഞ്ഞ മനസ്സു തേങ്ങി. സക്കേവൂസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല, ഈ ധന്യ നിമിഷങ്ങൾ സക്കേവൂസ് ഒരു കാലത്തും മറക്കുകയില്ല. സക്കേവൂസ്, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസിന്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു അത്. യേശുവിന്റെ ഒരു നോട്ടവും പുഞ്ചിരിയും മാത്രം ലഭിച്ചിരുന്നെങ്കിൽ താൻ ധന്യനായെന്ന് കരുതുമ്പോഴാണ് യേശു തന്റെ വീട്ടിൽ വിരുന്നിന് വരുന്നെന്ന സദ്വാർത്ത അവന്റെ കാതുകളിൽ മുഴങ്ങിയത്. അതുകൊണ്ട് അയാൾ അത്ഭുത സ്തബ്ധനായി അങ്ങനെ നിന്നുപോയി. യേശു സക്കേവൂസിന്റെ ഇരു തോളിലും പിടിച്ചു കുലുക്കി. സക്കേവൂസ് തന്ത്രപ്പെട്ടു. മുന്നോട്ടേക്കൊരു 4-5 അടിയും പിന്നോട്ടേക്കൊരു 3-4 അടിയും. ചൂടുകൾ വെച്ചേ മുന്നേ പോകും, കൈകൾ രണ്ടും കൊണ്ടേ സ്വാഗതം. തെരുതെരിയോ നടന്നു മുൻപേ, മനസ്സിലെ മോഹപ്പൂക്കൾ വിരിഞ്ഞതു വഴി വിതറി കണ്ണീർ കണമായി. സക്കേവൂസ് തന്ത്രപ്പെട്ടു. യേശുവിനെ പൊതുകിയിരുന്ന ജനക്കൂട്ടം മാറിപ്പോകുന്നത് അയാൾ കണ്ടു. അവർ പിറപിറുക്കുന്നത് സക്കേവൂസ് കേട്ടു. ഇദ്ദേഹം എന്തിന് ഈ പാപിയുടെ വീട്ടിൽ വിരുന്നിന് പോകുന്നു? ഇത് കേട്ടപ്പോൾ സക്കേവൂസിന് സങ്കടമായി. വാടിയ മുഖത്തോടെ അയാൾ യേശുവിനെ നോക്കുമ്പോൾ യേശുവതാ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കുന്നു. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന മട്ടിൽ സക്കേവൂസിന് ധൈര്യമായി. അയാൾ യേശുവിനെ തന്റെ വീട്ടിൽ മാന്യമായി സൽക്കരിച്ചിരുത്തി. യേശുവിൻ പാദം രണ്ടും കഴുകിത്തോർത്തി, ശിരസിൽ തൈലം അഭിഷേചിച്ചു. പൊതുവെ എന്തും തിടുക്കത്തിൽ ചെയ്യുന്ന പ്രകൃതമാണ് സക്കേവൂസിൻ്റെത്. സക്കേവൂസിന്റെ ഭവനം മുഴുവൻ തിരക്കിലായി. ബഹളം, സർവത്ര ബഹളം. വിരുന്നൊരുക്കാൻ കൽപ്പന നൽകി, മേശ വിരിക്കാൻ വട്ടം കൂട്ടി, ചടുതിയിൽ അങ്ങനെ ഓടി നടന്നു. കൂടെ കൂടെ യേശുവിന്റെ ചാരത്തടഞ്ഞു.
സക്കേവൂസ് തിരക്കിലായിരുന്നെങ്കിലും അയാളുടെ മനസ്സ് ചുരുങ്ങി ചിന്തിക്കുകയായിരുന്നു. സമൂഹത്തിൽ ഇന്നേ വരെ തനിക്ക് നല്ല സ്ഥാനം ലഭിച്ചിട്ടില്ല. നല്ല സ്ഥാനം പോയിട്ട് ഒരു തരി സ്നേഹം പോലും ഇന്നേ വരെ തനിക്കാരും നൽകിയിട്ടില്ല. എങ്കിൽ താൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായ യേശു തന്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണെന്ന് സക്കേവൂസിന് മനസ്സിലായി. വെറും ഒരു വിരുന്ന് കൊടുത്തത് കൊണ്ട് മാത്രം ആ സ്നേഹത്തിന് മറുപടിയാകുന്നില്ല. വിരുന്ന് കഴിയട്ടെ, എല്ലാം ഈശോയോട് തുറന്നു പറയണം. വിരുന്ന് കഴിഞ്ഞ് എല്ലാവരും സംഭാഷണം ആരംഭിക്കാൻ പോകുകയാണെന്നറിഞ്ഞപ്പോൾ സക്കേവൂസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിങ്ങി വിങ്ങി പറഞ്ഞു, നാഥായേറെ വഞ്ചന ചെയ്തു സമ്പാദിച്ചു ഞാൻ ഏറെയില്ല. ഭാഗിക്കാം ഞാൻ സ്വത്തിൽ പാതി ദരിദ്രർക്കായതു ദാനം ചെയ്യാം. വഞ്ചനയാൽ ഞാൻ നേടിയതെല്ലാം 4 മടങ്ങായി ഞാൻ തിരിച്ചു നൽകാം. നാഥാ എന്നിൽ കനിയണേ, നാഥാ എന്നിൽ കനിയണേ. അത്ഭുത സ്തബ്ധരായി എല്ലാവരും വായും പിളർന്നു നിൽക്കെ സക്കേവൂസ് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു, യേശു കാത്തിരുന്ന മുഹൂർത്തവും ഇതായിരുന്നുവോ? ഇതാ സന്തോഷിക്കുവാനുള്ള മറ്റൊരു മാനസാന്തരം കൂടി. യേശു എഴുന്നേറ്റ് നിന്ന് സക്കേവൂസിനെ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞു, രക്ഷകൻ വന്നിരിക്കുന്നു, നിനക്കും നിൻ ഭവനത്തിനും. അബ്രഹാമിൻ പുത്രനത്ര നീയും, മനുഷ്യപുത്രൻ തേടി വന്ന കുഞ്ഞാടാണു നീ. ആശ്ലേഷം നിനക്കും ഞാൻ നൽകിടുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു മാനസാന്തരമാണ് നമുക്കും വേണ്ടത്. നന്മയുടെ പൂവാടികൾ നമുക്ക് ഈ ഭൂമിയിൽ നട്ടുവളർത്താം. നന്ദി, നമസ്കാരം. കോഴിക്കോട് രൂപതയിൽ ഏറ്റവും നന്നായി മതബോധന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഇടവകയാണ് ചുണ്ടേൽ സെൻറ് ജൂൾസ് ഇടവക. ഞാനിത് പറയുവാനുള്ള കാരണം, രൂപതയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ മതബോധന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. 1 മുതൽ ബൈബിൾ ക്ലാസ് വരെ ഉള്ള 13 ക്ലാസ്സുകളും അതുപോലെ നഴ്സറി ക്ലാസ്സും ഉൾപ്പെടെ 14 ക്ലാസ്സുകളിലായി മതബോധനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 282 കുട്ടികളാണ് ഇവിടെ മതബോധന ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. 18 മതബോധന അധ്യാപകരും ഇവിടെ വളരെ സുദീർഘമായ രീതിയിൽ സേവനം ചെയ്തു വരുന്നു. നഴ്സറി ക്ലാസ് മുതൽ ബൈബിൾ ക്ലാസ് വരെയുള്ള 14 ക്ലാസ്സുകളിൽ 14 അധ്യാപകരും ഒരു പ്രധാന അധ്യാപകനും 2 റിസർവ് അധ്യാപകരും അങ്ങനെ 18 അധ്യാപകരാണ് സേവനം ചെയ്യുന്നത്. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരെല്ലാവരും അധ്യാപന പരിശീലന യോഗ്യതയുള്ളവരും നല്ല വിശ്വാസ അടിത്തറയുള്ളവരും അതുപോലെ നിരവധി വർഷങ്ങളായി മതബോധന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരുമായ അധ്യാപകരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ പഠന രംഗത്ത് മാത്രമല്ല പാഠ്യേതര രംഗങ്ങളിലും രൂപതയിൽ ഏറ്റവും മികവ് പുലർത്തുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഞാനിത് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ +1 യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രൂപതയിൽ ആദ്യത്തെ 10 റാങ്കുകളിൽ 9 റാങ്ക് ചുണ്ടേൽ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. +2 റാങ്കുണ്ട്. അതുപോലെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ആദ്യത്തെ 10 റാങ്കുകളിൽ 12 കുട്ടികൾക്ക് ഇവിടെ നിന്ന് റാങ്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇടവക വികാരിമാരുടെ നിരന്തരമായ ഇടപെടൽ ഏറ്റവും നന്നായിട്ട് ഇവിടെ മതബോധനം നടത്തുന്നതിന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഇവിടുത്തെ അച്ഛന്മാർ മാറി മാറി മതബോധന ക്ലാസ്സുകൾ സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. ദൈവമഹത്വം നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ നാമം പാടിപ്പുകഴ്ത്താനും കേളികെട്ടുയരുന്ന ഈ വേദിയിൽ അവൻ്റെ വചനങ്ങളുടെ ദിവ്യാമൃത പകരാനും ഒരു മുഹൂർത്തം.
കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ നിൻ തിരുവചനങ്ങൾ